ഓക്കെ നമുക്കൊരു വാച്ച് അൺബോക്സ് ചെയ്തല്ലോ ഗൈസ്. അപ്പോൾ നമ്മളിന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു വാച്ചാണ് ഗൈസ്. ഇതാണ് ബോട്ടിൻ്റെ സ്റ്റേർലിംഗ് പ്രോ എന്ന് പറയുന്ന വാച്ച്. ഓവറോൾ വാങ്ങിയിട്ട് ഒരു 5 months അടുത്താവുന്നു. ബട്ട് നമ്മളിന്ന് റിവ്യൂ ആൻഡ് ജസ്റ്റ് ഒരു അൺബോക്സിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് ടെക്സ് ആണെന്ന് പറഞ്ഞ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെല്ലൈക്കൺ നിൽക്കണേ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ചെറിയ റിവ്യൂ ആൻഡ് അൺബോക്സിംഗ് നോക്കാം. എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്ക് നോക്കേണ്ടി പറ്റില്ല എന്തൊക്കെയാണ് വരുന്നതെന്ന്. നമുക്ക് ബാഗിൽ ബോക്സ് ഓപ്പൺ ആക്കാം. ഓപ്പൺ ആക്കുന്ന പാടെ നമുക്ക് ഇച്ചിരി കാർഡ്സൊക്കെ കിട്ടുന്നുണ്ട്. വാറണ്ടി കാർഡ്, ഇൻഫർമേഷൻ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. നമുക്കിതൊക്കെ മാറ്റി വെക്കാം. പിന്നെ വരുന്നത് ചാർജിങ് കേബിളാണ്. കാണാൻ ഇത് ക്ലിയർ ആണ്. ഇതൊരു ചാർജിങ് കേബിളാണ്. ഇത് എപ്പോഴും കിട്ടുന്ന ഒരു മാഗ്നറ്റിക് കേബിൾ. ഇങ്ങനെയാണ് ഈ വാച്ച് കണ്ടോ. ഇതാണ് നമ്മൾ ബോട്ട് സ്റ്റേർലിംഗ് പ്രോ. ഈ സെഗ്മെൻറ്റ്സിൽ അത്യാവശ്യം നല്ല ഫുൾ ടഫ് ബിൽഡ് ക്വാളിറ്റിയിൽ വരുന്ന വാച്ചാണ്. കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നത്. നമുക്ക് ഓണാക്കി നോക്കാം. യെസ്, എനിക്ക് ഓണായിട്ടുണ്ട് ഗൈസ്. കണ്ടോ, ഈ വാച്ചിനകത്ത് നമുക്ക് ഒരു 1.43 ഇഞ്ചിൻ്റെ ഒരു AMOLED ഡിസ്പ്ലേ ആണ് കിട്ടുന്നത്. 460x460 പിക്സൽ റെസൊല്യൂഷൻ. അതും കൂടാതെ നമുക്ക് ഓൾവേസ് ഓൺ ഡിസ്പ്ലേയുടെ സപ്പോർട്ടും കിട്ടുന്നുണ്ട് ഈ വാച്ചിൽ. വാച്ച് മേടിച്ചത് 1K ഒരു 2K അടുത്തൊക്കെ ആയി. അപ്പോൾ നമുക്ക് എല്ലാ രീതിയിലുള്ള ഫീച്ചേഴ്സും കിട്ടുന്നുണ്ട്. ഫസ്റ്റ് നമുക്ക് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ എന്ന് കാണാം. സെറ്റിങ്സിൽ കയറുക, ഡിസ്പ്ലേ, ദെൻ താഴോട്ട് പോകുമ്പോൾ AOD ക്ലോക്ക്, അനലോഗും അതുപോലെ തന്നെ നമുക്ക് ഡിജിറ്റലും കിട്ടുന്നുണ്ട്. അനലോഗ് ഇടുമ്പോൾ ഇത്തരത്തിലുള്ള ലുക്ക് കിട്ടുന്നുള്ളത്. അറ്റ് ദ സെയിം ടൈം നമുക്ക് ഡിജിറ്റലും ഇടാൻ സാധിക്കുന്നതാണ്. ഓക്കെ, നമുക്ക് ഡിജിറ്റലും ഇടാം. അപ്പോൾ കാണുന്നത് തന്നെ വാൾപേപ്പർ മാറ്റാണെങ്കിൽ നമുക്ക് നെക്കി പിടിക്കാം. അതിനുശേഷം നമുക്ക് ഇതുപോലെ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ നമുക്ക് ഈ ഒരു റൗണ്ട് ഫങ്ഷണൽ ക്രോണാണ് വരുന്നത്. ഇത് സ്ക്രോൾ ചെയ്താൽ നമുക്ക് വാൾപേപ്പർ ചേഞ്ച് ആവുന്നത്. നെക്സ്റ്റ് നമുക്ക് വാച്ചിൻ്റെ ഫീച്ചേഴ്സിലേക്ക് പോകും. മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ബ്രൈറ്റ്നസിൻ്റെ ഓപ്ഷൻ കാണാം. മാക്സിമം 800 nits പീക്ക് ബ്രൈറ്റ്നസ് ആണ് വാച്ചിന് കിട്ടുന്നത്. ഔട്ട്ഡോർ വിസിബിലിറ്റി ഒക്കെ നല്ല അടിപൊളി തന്നെയാണ്. അതുപോലെ തന്നെ വാച്ചിൻ്റെ ബ്രൈറ്റ്നസ് നോക്കട്ടെ. ബാറ്ററിയിൽ മറ്റേ ടേണിംഗ് പവർ സേവിങ് മോഡൊക്കെ ഉണ്ട്, അത് വരുന്നുണ്ട്. പിന്നെ കോൾ ഫീച്ചേഴ്സ്, ബ്ലൂടൂത്ത് കോളിംഗ്, മീഡിയ ഓഡിയോ ഫീച്ചറൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നോക്കുന്ന സമയത്ത് സെറ്റിങ്സ്, ഫ്ലാഷ് ലൈറ്റ് അത്യാവശ്യം നല്ലൊരു പവർഫുൾ ആയിട്ടുള്ള തന്നെയാണ് വരുന്നത്. ഇനി നമുക്ക് സൈഡ് സെറ്റിങ്സിലേക്ക് ഫസ്റ്റിന് വരുന്നത് മ്യൂസിക് കണ്ടു. ഫസ്റ്റ് തന്നെ ആക്ടിവിറ്റി ഡാറ്റ ആണ് വരുന്നത്. ഇതിനകത്ത് നമുക്ക് എല്ലാ ഡാറ്റയും നമ്മുടെ ആക്ടിവിറ്റി കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ സ്പോർട്സ് മോഡ്, കുറേ സ്പോർട്സ് മോഡ്സ് ഉണ്ട്. 150-ലധികം സ്പോർട്സ് മോഡ്സ് നമുക്ക് വാച്ചിൽ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ സ്പോർട്സ് ഡാറ്റ, അങ്ങനെ കുറച്ച് ഫീച്ചേഴ്സാണ്. നമുക്ക് ഇതിൻ്റെ മെയിൻ ഫീച്ചേഴ്സിലേക്ക് കിടക്കാം. മെയിൻ ഫീച്ചേഴ്സ് ഉറപ്പായും ഫോൺ കോളിംഗ് തന്നെയാണ്. ഡയലർ, കോൺടാക്റ്റ്, റീസെൻറ്റ് എന്നിവയെല്ലാം തന്നെ വരുന്നത്. റീസെൻറ്റിൽ നമുക്ക് 2 നമ്പേഴ്സ് നമുക്ക് കാണാമെന്നായിരിക്കും. ഡയലർ നമുക്ക് ആവശ്യമുള്ള നമ്പർ അടിച്ച് കോൾ ചെയ്യാം. കോൺടാക്റ്റിലാണെങ്കിൽ ഒരു നമ്പർ നമുക്ക് എത്ര നമ്പർ കൊണ്ട് ഇടാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത് ഓവറോൾ നല്ല വാച്ചായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത്യാവശ്യം നല്ലൊരു വാച്ചാണ്, നല്ലൊരു സ്പെക്ക് കിട്ടുന്നുണ്ട്. AMOLED സ്ക്രീൻ, അത്യാവശ്യം സ്പോർട്ട് മോഡ്സ്, കോളിംഗ് ഫീച്ചർ എല്ലാം തന്നെ വരുന്നുണ്ട്. ഈ വിലയ്ക്ക് ഞാൻ ഉറപ്പായി ഒരു വാച്ച് റെക്കമെൻഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനാരും മറക്കരുത്. പിന്നെ ഇതുപോലുള്ള കുറേ വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും, ഹൈ ക്വാളിറ്റി ടെക് വീഡിയോസ്. അപ്പോൾ ഇതൊരു തുടക്കം മാത്രമാണ്. ഇനി ഇതുപോലുള്ള കുറേ വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റേ ട്യൂൺ.